സംസ്ഥാനത്ത് അവധിയെടുത്ത സർക്കാർ ഡോക്ടർമാർക്ക് അന്ത്യശാസനം. ജൂൺ 6 മുൻപ് ജോലിയിൽ പ്രവേശിക്കാനാണ് കർശന നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അനുമതിയില്ലാതെ അവധിയെടുത്തവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും മുന്നറിയിപ്പുണ്ട്. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, അനുമതിയില്ലാതെ അവധിയെടുത്ത സർക്കാർ ഡോക്ടർമാരുണ്ട്. എന്തായാലും അവർക്ക് കർശന നിർദ്ദേശം തിരിച്ച് ഡ്യൂട്ടിയിൽ പ്രവേശിക്കുന്നു. പ്രത്യേകിച്ച് ഈ മഴക്കാലം ശക്തമാകുന്നു, മഴക്കാല രോഗങ്ങൾ വ്യാപകമാകുന്നു. ആ ഒരു സാഹചര്യത്തിലാണോ ഇത്തരത്തിലൊരു നടപടി? ലക്ഷ്മി, അവധിയെടുത്ത ഡോക്ടർമാരോട് അടിയന്തരമായി തിരികെ ഡ്യൂട്ടിയിൽ പ്രവേശിക്കാനാണ് ഇപ്പോൾ നിലവിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇപ്പോൾ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ജൂൺ 6 മുൻപ് ജോലിയിൽ തിരികെ പ്രവേശിക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്ന ഒരു കാര്യം. 6 മുൻപ് ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ആ പ്രവേശിക്കാത്ത ഡോക്ടർമാരെ പിരിച്ചുവിടും എന്നുള്ള ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. കാരണം സർക്കാർ ആശുപത്രികളിൽ ഉൾപ്പെടെ ഡോക്ടർമാരില്ലാതെ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രോഗികളുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും വർദ്ധിക്കുകയാണ്. കാരണം ഈ പകർച്ചവ്യാധി ഉൾപ്പെടെ സംസ്ഥാനത്ത് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, H1N1 ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിലും ഈ പകർച്ചവ്യാധികളുടെ ഒരു വ്യാപന തോത് വർദ്ധിക്കും. രോഗികളുടെ എണ്ണവും ക്രമാതീതമായി ഉയരും എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ ഉൾപ്പെടെ നൽകുന്ന മുന്നറിയിപ്പ്. ഇപ്പോൾ നിലവിൽ തന്നെ ഈ ഡോക്ടർമാരും നഴ്സുമാരുടെ ഒരു കുറവ് സർക്കാർ ആശുപത്രികളിൽ, താലൂക്ക് ആശുപത്രികളിലൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഡോക്ടർമാർ കൂട്ടത്തോടെ അവധിയെടുത്ത് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. ഈ കൂടുതൽ പഠനത്തിന് വേണ്ടി മറ്റു ആവശ്യങ്ങൾക്കുമായിട്ടാണ് കൂടുതൽ ഡോക്ടർമാരും ഈ ദീർഘനാളായി അവധിയെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ദീർഘനാളായി അവധിയെടുത്ത് നിൽക്കുന്ന എല്ലാ ഡോക്ടർമാരും തിരികെ ജോലിയിൽ പ്രവേശിക്കണം. അതും ജൂൺ 6 മുൻപ് തിരികെ പ്രവേശിച്ചില്ലെങ്കിൽ അവരെ പിരിച്ചുവിടും എന്നുള്ളൊരു നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.